ആന്റണി രാജു MLA-യുടെ 3 വർഷത്തെ തടവ് ശിക്ഷ റദ്ദാക്കണമെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കൊടുത്ത അപേക്ഷ കോടതി തള്ളി. ഇന്നലെയാണ് കോടതി ആന്റണി രാജു MLA-യുടെയും തൊണ്ടി ക്ലർക്കായിരുന്ന ജോസിൻ്റെയും അപേക്ഷ തള്ളിയത്. തൽക്കാലം ശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട്, ശിക്ഷ റദ്ദാക്കിയിട്ടില്ല. 1990 ഏപ്രിൽ 4-നാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ബോംബെക്ക് പോകാനായിട്ട് ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവാലി എന്ന വ്യക്തി വന്നത്. എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിലെ ബ്രീഫിൽ അവിടെ ലഹരി വസ്തുക്കൾ കണ്ടെത്തി. പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹത്തിന് ലാഭം ലഭിച്ചില്ല. ആ ട്രയൽ പെട്ടെന്ന് നടന്നു. ആൻഡ്രൂവിനെ 10 വർഷത്തെ തടവിനും ശിക്ഷിച്ചു. ആൻഡ്രൂവിന് വേണ്ടി ഹാജരായത് ആന്റണി രാജു MLA ആണ്. അദ്ദേഹം ഒരു ജൂനിയർ അഡ്വക്കേറ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സീനിയറിൻ്റെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹം ആ കേസിന് ഹാജരായത്. സെലിൻ വിൽഫർഡ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ബാറിലെ ഏറ്റവും സീനിയറായ ലേഡി അഡ്വക്കേറ്റായിരുന്നു. അവർ 10-15 വർഷം തിരുവനന്തപുരം ബാറിലെ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടറായിരുന്നു. അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് ആന്റണി രാജു അക്കാലത്ത്. ഹൈക്കോടതിയിൽ ആ കേസ് അപ്പീലിൽ പോയി. അപ്പീലിൽ ആ കേസിൻ്റെ തൊണ്ടി സ്ഥാനത്തിൽപ്പെട്ട അടിവസ്ത്രം ഒരു കൊച്ചു കുട്ടിക്ക് ഇടുന്ന പരുവത്തിലാക്കി വെട്ടിച്ചുരുക്കിയിരുന്നു. ഹൈക്കോടതി അത് കാണിച്ചു. ഈ തൊണ്ടി സാധനം കൊണ്ടുവന്ന അല്ലെങ്കിൽ തിരികെ വച്ചിരുന്നത് അടിവസ്ത്രം അത് ആൻഡ്രൂവിന് യോജിച്ചതല്ല, അതൊരു കുട്ടികളിടുന്നതാണ്. ആ ഗ്രൗണ്ടിൽ ആൻഡ്രൂവിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി. ആൻഡ്രൂ മടങ്ങി ഓസ്ട്രേലിയയിൽ പോയി. അവിടെയും ആൻഡ്രൂ ഒരു ക്രിമിനലായതുകൊണ്ട് അവിടെ വേറെ ചില കേസിൽ ഉൾപ്പെട്ടു. ഒരു കേസ് ഒരു മർഡർ കേസിൽ ഉൾപ്പെട്ടു. അങ്ങനെ ജയിലിൽ കിടന്നപ്പം സഹതടവുകാരോട് ഇദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ തന്നെ 10 വർഷത്തെ ശിക്ഷിച്ചതാണ്, ലഹരി കേസിൽ പിടിച്ചു. അതിനകത്ത് ആ ലഹരി സൂക്ഷിച്ചെന്ന് പറയുന്ന ആ ട്രൗസറിൽ അല്ലെങ്കിൽ അണ്ടർ ഗാർമെൻറ്റിൽ അല്ലെങ്കിൽ ബ്രീഫിൽ അത് വെട്ടിച്ചുരുക്കി വക്കീൽ അങ്ങനെ തന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. ആ വിവരം സഹതടവുകാർ അവിടുത്തെ ജയിലറെ അറിയിച്ചു. ആ വിവരം അവർ ഇൻ്റർനാഷണൽ പോലീസിന് കൈമാറി. അത് ഇന്ത്യക്ക് ആ വിവരം എത്തിക്കുകയും ചെയ്തു. ഈ തൊണ്ടി സാധനം സൂക്ഷിച്ചിരുന്ന നിക്കർ ഒരു കൊച്ചുകുട്ടിക്ക് 20 ആക്കുന്ന രീതിയിൽ തൊണ്ടി ക്ലാർക്കിൻ്റെ സ്വാധീനത്താൽ അത് ആന്റണി രാജു പുറത്ത് കൊണ്ടുപോയി വെട്ടിച്ചുരുക്കി അത് റീസ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നാണ് എവിഡൻസ്. അതിനെ സംബന്ധിക്കുന്ന അന്വേഷണം തിരുവനന്തപുരത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കുറ്റച്ചാർജ് കൊടുത്തിരുന്നെങ്കിലും അത് അതേ കോടതിയിലേക്കുള്ള ക്ലാർക്കായതുകൊണ്ട് അവിടുന്ന് മാറ്റി നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റി. 1990 ഏപ്രിൽ 4-നുണ്ടായ സംഭവം 2025-26 കാലഘട്ടത്തിൽ ആണ് അതിൻ്റെ ട്രയൽ പൂർത്തിയാക്കി ശിക്ഷിച്ചത്. അത് കേസ് കുറ്റച്ചാർജ് കൊടുത്ത ജയമോഹൻ എന്ന അന്നത്തെ ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം SP ആയിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന് IPS കിട്ടി. അദ്ദേഹം ഒത്തിരി ക്ലേശം സഹിച്ച് ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അദ്ദേഹം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറൊപ്പം നിന്നു. അങ്ങനെ കോടതിയിലെ അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടും 8-10 വർഷം കഴിഞ്ഞെങ്കിലും അദ്ദേഹം കൃത്യമായി ആ കേസിൻ്റെ പ്രോസിക്യൂഷൻ എയ്ഡിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വക്കീലിനൊപ്പം നിന്നു. അങ്ങനെയാണ് ആ കേസ് ശിക്ഷിച്ചത്. അദ്ദേഹത്തിനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പത്രങ്ങളൊക്കെ അഭിനന്ദനം രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. ജയമോഹനെ ഒരു ഉത്തമ പോലീസ് ഓഫീസറാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം അദ്ദേഹം കണ്ടെത്തി കുറ്റച്ചാർജ് കൊടുത്ത ആ കേസിലെ പ്രതികളെ ശിക്ഷിപ്പിക്കുന്നതിന് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടും പ്രോസിക്യൂട്ടറെ സഹായിക്കാൻ കോടതി വന്നുകൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏതായാലും ആ കോടതിയിലെ 3 വർഷം ശിക്ഷിച്ചു. 10,000 രൂപ പിഴയടയ്ക്കാനും പറഞ്ഞു. ശിക്ഷ 1 മാസത്തേന് ആ കോടതി മരവിപ്പിച്ചിട്ടാണ് അപ്പീലിന് പോകാനുള്ള അനുമതി കൊടുത്തു. അതിൻ്റെ അപ്പീൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിയിൽ അപ്പീലിൻ്റെ വാദഗതികളെല്ലാം കേട്ടു. അതിനുശേഷം
ഇന്നലെ കോടതി ശിക്ഷ വിധിച്ചു. കോടതി ലോവർ കോടതിയിലെ 3 വർഷ ശിക്ഷ അപ്ഹീൽഡ് ചെയ്തു. ആ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ, അത് കുറവ് ചെയ്തില്ല. അനിൽ രാജു MLA വക്കീലിൻ്റെ വാദഗതികളൊന്നും അംഗീകരിച്ചിട്ടില്ല. അനിൽ രാജു MLA തൊണ്ടി ക്ലാർക്ക് KS ജോസിനെയും ലോവർ കോടതി ശിക്ഷിച്ചത് ആ ശിക്ഷ റദ്ദാക്കാൻ കൂട്ടാക്കാതെ ആ ശിക്ഷ ശരിവെച്ചു. പക്ഷേ ശിക്ഷ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിന് തൽക്കാലത്തേന് മരവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതി 30 ദിവസത്തിനകം അപ്പീൽ കൊടുക്കും. ഹൈക്കോടതി അത് കേൾക്കും. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ഉള്ളതുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ അയോഗ്യനാക്കി. അടുത്ത ഇലക്ഷന് മത്സരിക്കാനും കഴിയില്ല. അതിനു മുമ്പ് കോടതി ഒരു തീരുമാനം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ഹൈക്കോടതിയിലെ 30 ദിവസത്തിനകം അദ്ദേഹം അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ഹൈക്കോടതി ആ ശിക്ഷ ശരിവെക്കാനാണ് സാധ്യത കൂടുതലും കാണുന്നത്. അദ്ദേഹത്തിന് ഹൈക്കോടതിയുടെ ശിക്ഷ മരവിപ്പിക്കാതെ അത് ശിക്ഷ നടപ്പാക്കാനാണ് തീരുമാനം വരുന്നെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരും. എന്തായാലും പൊതുവെ ആ കേസിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ 1990 മുതൽ 35 വർഷമായി ഈ കോടതിയിൽ ഈ കേസ് അദ്ദേഹത്തിൻ്റെയും വക്കീലിൻ്റെയും മികവുകൊണ്ടാണ് ഇത്ര നാൾ നീണ്ടു പോയത്. പക്ഷേ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ലോവർ കോടതിയിലെ ശിക്ഷ വന്നത്. അത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജി ആ ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. ഹൈക്കോടതിയിലും അത് തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അനിൽ രാജു MLAക്ക് വരും ദിവസങ്ങൾ വളരെ ദുർഘടമായ ദിനങ്ങളാകും എന്നാണ് ഞാൻ കരുതുന്നത്.